मेरे प्यारे बच्चों साइलम ഓൺലൈൻ ഹിന്ദി ക്ലാസ് में सबका स्वागत करता हूं बच्चों आप ठीक है ना എല്ലാ മക്കളും നല്ല അടിപൊളിയായിരിക്കുന്നല്ലോ എല്ലാ മക്കളും ഓണ പരീക്ഷയുടെ ടൈം ടേബിൾ ഒക്കെ വന്നത് അറിഞ്ഞിട്ടുണ്ടാകും എല്ലാ മക്കളും വളരെ ഹാപ്പിയാണ് ഹാപ്പി അല്ലേ യെസ് സെറ്റ് ആണല്ലേ ആ സാറേ ഞങ്ങളൊക്കെ ഹാപ്പിയാണ് എന്നൊക്കെ നിങ്ങൾ മനസ്സിൽ പറയുന്നുണ്ടാവും ഞാൻ അങ്ങനെ അല്ലെങ്കിൽ എല്ലാവരും ഹാപ്പി ആവണം സൈലം നിങ്ങളുടെ കൂടെയുണ്ട് സെറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാം ഓക്കെ റെഡിയാണോ അപ്പോൾ മാഷ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് രണ്ടാം യൂണിറ്റിൽ എന്തെല്ലാം പഠിക്കണം അപ്പോൾ ആദ്യം നമുക്ക് ചാപ്റ്റേഴ്സ് ഏതെല്ലാം രണ്ടാം യൂണിറ്റിൽ ഉണ്ട് എന്നറിയണം അതേപോലെ എന്തെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം എന്തെല്ലാം പഠിക്കണം എന്നുള്ളത് മാഷ് ഈ വീഡിയോയിലൂടെ പറയും എല്ലാ മക്കളും കൃത്യതയോട് കൂടി ശ്രദ്ധിച്ചോ മക്കളെ നോക്കാം അപ്പോൾ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു ഓഫർ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും ഫ്രീഡം ഓഫർ അല്ലേ സൈലം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു ഫ്രീഡം ഓഫർ അല്ലേ എല്ലാ മക്കളും ചോദിക്കുന്നുണ്ട് സാർ അവഞ്ചേഴ്സ് ബാച്ചിനെ കുറിച്ചൊക്കെ എങ്ങനെ യൂട്യൂബിലൊക്കെ കേട്ടിട്ടുണ്ട് എന്താണ് അത് എന്നുള്ളതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരിക്കൽ സെറ്റായിട്ട് നിങ്ങളുടെ കൂട്ടുകാരൊക്കെ നിങ്ങളുടെ അവഞ്ചേഴ്സ് ബാച്ചിൽ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാകും അപ്പോൾ അത്തരത്തിലുള്ളൊരു ബാച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് വളരെയധികമുള്ള ഒരു ഓഫർ വളരെ സെറ്റായിട്ടുള്ളൊരു ഓഫർ സൈലം തന്നിട്ടുണ്ട് ഈ ഓഗസ്റ്റ് 15-ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ് ഓഗസ്റ്റ് 15 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് പർച്ചേസ് ചെയ്യാം അല്ലേ 20% ഓഫറോട് കൂടിയിട്ട് അല്ലേ അപ്പോൾ ഫ്രീഡം 20 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഫ്രീഡം 20 എന്നുള്ള കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് പർച്ചേസ് ചെയ്യാം 20% ഓഫറോട് കൂടി അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അവഞ്ചേഴ്സ് ബാച്ച് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ മക്കളും എന്ത് ചെയ്യുക ഈ ഒരു ഓഫർ നിങ്ങൾ ഉപകാരപ്പെടുത്തുക സെറ്റ് അല്ലേ മക്കളെ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പരിശ്രം അല്ലേ രണ്ടാമത്തെ യൂണിറ്റ് ആണ് നമ്മളുടെ പരിശ്രം എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് ഗാന്ധിജിക്ക് നമക് കഥ ഗാന്ധിജിയുടെ ഉപ്പിൻ്റെ കഥ അല്ലേ അതേപോലെ യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി അല്ലേ ഈ ഭൂമി ആരുടേതാണ് കർഷകൻ്റേതാണ് അപ്പോൾ ഒരു കഹാനി ഒരു കവിതയും ഒരു കഥയും നമ്മുടെ ഈ രണ്ടാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുണ്ട് ഈ രണ്ടാമത്തെ യൂണിറ്റിൽ പാഠഭാഗത്തിൽ എന്തെല്ലാം നമുക്ക് പ്രതീക്ഷിക്കുന്ന ചോദ്യം എന്നുള്ളതും കൂടി നമുക്ക് എന്ത് ചെയ്യാം ഉൾപ്പെടുത്തി നോക്കാം അപ്പോൾ പരിശ്രം എന്ന് പറയുന്ന രണ്ടാമത്തെ യൂണിറ്റിൽ നമുക്ക് ഗാന്ധിജിക്ക് നമക് കഥ അല്ലേ ഗാന്ധിജിക്ക് നമക് കഥ ഉദയൻ വാജ്പേയിയുടെ ഗാന്ധിജിക്ക് നമക് കഥ എന്നുള്ള മനോഹരമായിട്ടുള്ളൊരു ചാപ്റ്ററാണ് അല്ലേ നമക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകും സാൾട്ട് അല്ലേ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഓൾറെഡി വന്നു സ്റ്റോറിയാണ് അല്ലേ അപ്പോൾ ഗാന്ധിജിയുടെ ഉപ്പിൻ്റെ കഥ അല്ലേ നല്ല മനോഹരമായിട്ടുള്ള കേൾക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു കഥയാണ് അല്ലേ അപ്പോൾ എന്ത് ചെയ്യുക ഈ പാഠഭാഗങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ ഡിസ്കസ് ചെയ്യും എല്ലാ മക്കളും അതിലും കൃത്യമായിട്ട് പങ്കെടുക്കുക ഓണപരീക്ഷയിൽ നല്ല മാർക്ക് നേടുക എന്നുള്ളതാണ് എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഘടനാവും കെ ക്രം സെ ലിഖേ അല്ലേ അതെന്താണ് നമ്മുടെ ഈ കഥ എന്ത് ചെയ്യും പല ഒരു ഓർഡർ അല്ലാതെ നിങ്ങൾക്ക് തരും 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് എന്ത് ചെയ്യണം അത് ക്രമത്തിലാക്കണം അപ്പോൾ അത് ക്രമത്തിലാക്കണമെങ്കിൽ ഈ കഥ എൻ്റെ മക്കൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഇനി അത് നമ്മുടെ പാഠഭാഗം ബേസ് അല്ലാതെ പുറത്തുനിന്നുള്ളൊരു കഥ തന്നിട്ടോ അത് വായിച്ച് നോക്കിയാൽ ആദ്യം ഏത് ഒരു പാരഗ്രാഫ് രൂപത്തിൽ തന്നിട്ട് അത് പിന്നെ എന്ത് ചെയ്യും ഓരോ വരിയായിട്ട് തെറ്റിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും തരും അത് നമ്മൾ ശരിയാക്കിയിട്ട് ചെയ്യണം അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം അതേപോലെ റപ്പട്ട് ലിഗേ എന്താ സാറേ റപ്പട്ട് എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാകും റപ്പട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ടാണ് അല്ലേ അപ്പോൾ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചോദിക്കാം അല്ലേ അപ്പോൾ ഒരു റിപ്പോർട്ട് കൃത്യമായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഗാന്ധിജിക്ക് നമക് കഥ എന്നുള്ള പാഠഭാഗത്തിൽ ഒരു റിപ്പോർട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളോട് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട് അത് നമുക്ക് ഓണപരീക്ഷയിൽ നമുക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് മക്കൾ എന്ത് ചെയ്യണം മുന്നോട്ട് പോകണം ഓക്കെ റെഡി ഇനി നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ ആണ് രണ്ടാമത്തെ യൂണിറ്റിലെ യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി അല്ലേ ധർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയാണ് അല്ലേ ഭൂമിയാണ് കിസാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകൻ അപ്പോൾ ഈ ഭൂമി ആരുടേതാണ് കർഷകൻ്റേതാണ് അല്ലേ കർഷകൻ ഭൂമിയിൽ അതേപോലെ വയലിൽ അധ്വാനിച്ച് കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കുന്ന ധാന്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഭക്ഷിക്കുന്നത് അല്ലേ അത്തരത്തിലുള്ള ആളുകൾ പാടത്ത് വെയിലൊക്കെ കൊണ്ട് പണിയെടുക്കാൻ തയ്യാറുള്ളത് കൊണ്ടാണ് നമ്മൾക്ക് നല്ല ഭക്ഷണമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത് കഴിക്കാൻ കഴിയുന്നത് അല്ലേ പണം മാത്രം ഉണ്ടായാൽ മതിയോ യെസ് പണം മാത്രം ഉണ്ടായാൽ മതിയോ അല്ല അത് നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മുടെയൊക്കെ ജീവനൊക്കെ നിലനിൽക്കുകയുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള കർഷകർ ഇത്രയും അധികം ആത്മാർത്ഥമായി പണിയെടുക്കുന്ന കർഷകരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ബഹുമാനിക്കാം ആദരിക്കാം അല്ലേ സെറ്റാണ് അപ്പോൾ യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി എന്നുള്ള പാഠഭാഗം കേദർനാഥ് അഗ്രവാളിൻ്റേതാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു കവിതയാണ് നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിൽ രണ്ടാമത്തെ പാഠഭാഗമായിട്ട് പഠിക്കാനുള്ളത്
അപ്പോൾ ഇതിൽ നിന്നും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഗേത്തി സെ സംബന്ധ്, വയലുമായി ബന്ധപ്പെട്ട് എക്നെ വാലെ ശബ്ദ് കവിത സെ പെഹ്ചാൻ കർ ലിഗേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കവിത തന്നിട്ട് അതിൽ ആ വയലുമായി ബന്ധപ്പെട്ട ശബ്ദം നമുക്ക് എന്ത് ചെയ്യാം, കണ്ടെത്താൻ വേണ്ടി ചോദിച്ചേക്കാം. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടല്ലാത്തയും നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം അല്ലേ. ആ വയലുമായി ബന്ധപ്പെട്ട് മറ്റൊരു കവിത തന്നിട്ട് ഇത്തരത്തിലുള്ള ശബ്ദം തിരിച്ചറിയാൻ വേണ്ടിയിട്ടും നമ്മളോട് എന്ത് ചെയ്യും, ചോദിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, പ്രതീക്ഷിക്കുക. അതേപോലെ കവിതാക്കി ആസ്വാദൻ ടിപ്പണി ലിഖേ അല്ലേ. ആസ്വാദൻ ടിപ്പണി കഴിഞ്ഞ അധ്യയന വർഷത്തിൽ നിങ്ങളൊരു എക്സാമിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടായിട്ട് ണ്ട്. അപ്പോൾ അതും എൻ്റെ മക്കളുടെ മനസ്സിലുണ്ട്. അതൊന്നും ചെയ്താൽ മതി, ഒന്ന് സെറ്റാക്കിയിട്ട് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ കവിതയ്ക്കുള്ള ഒരു ആസ്വാദൻ ടിപ്പണി നമ്മൾ എന്ത് ചെയ്യണം, എന്തായാലും ഈ വരുന്ന ഓണ പരീക്ഷയിൽ നമ്മൾ പ്രതീക്ഷിക്കണം. അതിനുള്ള ആ വീഡിയോ ഒക്കെ ആയിട്ട് മാഷൊക്കെ വീണ്ടും ലൈവിലൊക്കെ വരും. അതേപോലെ കോണ്ടന്റ് വീഡിയോ ആയിട്ടൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യതയോടുകൂടി ഇനി അങ്ങോട്ടുള്ള നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കൃത്യതയോടുകൂടി കാണുക. നല്ല മാർക്ക് നിങ്ങൾക്ക് ഓണ പരീക്ഷയിൽ കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ ആണോ? അപ്പോൾ ഈ പാഠഭാഗത്തിലെ 2 പ്രധാനപ്പെട്ട ചോദ്യമാണ് മാഷ് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വരുന്ന കോണ്ടന്റ് വീഡിയോയിലും ലൈവിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, സെറ്റായിട്ട് വരണം. ഓക്കെ, റെഡിയാണോ മക്കളെ? അപ്പോൾ ഇത്തരത്തിലാണ് രണ്ടാമത്തെ യൂണിറ്റിനെ നമ്മൾ കാണേണ്ടത്. രണ്ടാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത് ഈ 2 ചാപ്റ്ററാണ് രണ്ടാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അതിൽ നിന്നും പ്രധാനപ്പെട്ട ഏത് ചോദ്യം വരും എന്നുള്ളതും കൂടിയാണ് മാഷ് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെറ്റാണല്ലോ മക്കളെ? അപ്പോൾ ഓണ പരീക്ഷയ്ക്ക് നമുക്ക് 2 യൂണിറ്റാണ് ഉള്ളത് എന്ന് എല്ലാ മക്കൾക്കും മനസ്സിലായി. അതിൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ എന്തെല്ലാം വരുന്നുള്ളതാണ് മാഷ് ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാ മക്കൾക്കും നന്ദി. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിലൊക്കെ വീണ്ടും കാണാം. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബായ്.